എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 19ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെതാണ്. പണ്ട് ഈ പ്രദേശം കാടുപിടിച്ചു കിടന്നിരുന്ന ഒരു കാലത്ത് കണ്ണപ്പൻ എന്ന ക്രൂരനായ ഒരു വേടൻ അവിടെ ജീവിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്ന അവൻ ഒരു ദിവസം വനത്തിൽ നിന്ന് അതിമനോഹരമായ ഒരു പശുവിനെ പിടികൂടി. അതിന് ബലി നൽകാനായി അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കണ്ണപ്പന് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മകളുണ്ടായിരുന്നു. ആ കുട്ടിക്ക് പശുവിനെ കണ്ട മാത്രയിൽ തന്നെ അതിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. അവൻ അച്ഛനോട് ആ പശുവിനെ കൊല്ലരുതെന്നും തനിക്ക് വളർത്താൻ തരണമെന്നും കെഞ്ചി അപേക്ഷിച്ചു. മകളുടെ നിർബന്ധത്തിന് മുന്നിൽ കണ്ണപ്പൻ വഴങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കണ്ണപ്പൻ്റെ മകൾ വളർത്തുന്ന പശുവിനെ കാണാതായി. വിഷമത്തോടെ അവൾ അച്ഛനോടൊപ്പം കാട്ടിൽ തിരയാനിറങ്ങി. ഒടുവിൽ കാടിനുള്ളിൽ ഒരു കല്ലിൻ്റെ രൂപത്തിൽ ആ പശു മാറി നിൽക്കുന്നതായി അവർ കണ്ടു. ആ അത്ഭുതം കണ്ടു നിൽക്കെ അതാ കണ്ണപ്പൻ്റെ മകളും ഒരു ശിലയായി മാറി. മകളുടെ വേർപാടിൽ തകർന്നുപോയ കണ്ണപ്പൻ ഭ്രാന്തായതുപോലെ കരഞ്ഞു. ആ രാത്രിയിൽ കണ്ണപ്പൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. കണ്ണപ്പ, നീ ഒരു സാധാരണ പശുവിനെയല്ല വീട്ടിൽ കൊണ്ടുവന്നത്. അത് മഹാലക്ഷ്മിയുടെ വാഹനമായിരുന്നു. നിന്റെ മകളായി ജനിച്ചതും ദേവി തന്നെയായിരുന്നു. നിന്റെ പാപങ്ങൾ തീർക്കാനാണ് ദേവി നിന്റെ മകളായി വന്നത്. പിറ്റേന്ന് രാവിലെ ഉണർന്ന കണ്ണപ്പൻ നോക്കിയപ്പോൾ തൻ്റെ മകളുടെ ശിലയ്ക്കും സമീപം 2 സ്വയംഭൂ ശിലകൾ കാണാൻ കഴിഞ്ഞു. അതായിരുന്നു ലക്ഷ്മി നാരായണ ചൈതന്യങ്ങൾ. കാലക്രമേണ ആ സ്ഥലം കാടുമൂടി മറഞ്ഞുപോയി. ചോറ്റാനിക്കര ക്ഷേത്രത്തിന് ചില അപൂർവമായ സവിശേഷതകളുണ്ട്. പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തെ മേൽക്കാവെന്നും തൊട്ടടുത്തുള്ള താഴ്ന്ന പ്രദേശത്തെ കീഴ്ക്കാവെന്നും വിളിക്കുന്നു. മേൽക്കാവിൽ അമ്മ മഹാലക്ഷ്മിയായും കീഴ്ക്കാവിൽ ഭദ്രകാളിയായുമാണ് ഭാവം. ഒരു ദിവസം തന്നെ അമ്മയെ 3 ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം ദുർഗയായും അമ്മ വിളങ്ങുന്നു. എല്ലാ ദിവസവും രാത്രി മേൽക്കാവിലെ പൂജകൾക്ക് ശേഷം കീഴ്ക്കാവിൽ നടക്കുന്ന അതിപ്രധാനമായ ചടങ്ങാണ് ഗുരുതി പൂജ. കുമ്മാട്ടിക്കായ, ചുണ്ണാമ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ചോരയുടെ നിറത്തിലാക്കുന്ന ഗുരുതി ദേവിക്ക് നിവേദിക്കുന്നു. മാനസിക വിഷമങ്ങളും നെഗറ്റീവ് ഊർജ്ജങ്ങളും മാറാൻ ഭക്തർ വലിയ തോതിൽ പങ്കെടുക്കുന്ന ചടങ്ങാണിത്. കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ നടക്കുന്ന മകം തുഴൽ ചോറ്റാനിക്കരയിലെ ഏറ്റവും വലിയ ആചാരമാണ്. അന്നുച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി വരെ അമ്മ സർവാഭരണ വിഭൂഷിതയായി മിന്നിത്തിളങ്ങുന്ന രൂപത്തിൽ ഭക്തർക്ക് ദർശനം നൽകുന്നു. മംഗല്യസിദ്ധിക്കും ദീർഘസുമംഗലിമാരായിരിക്കുവാനും സ്ത്രീകൾ ഈ ദിവസം വ്രതമെടുത്ത് അമ്മയെ വന്ന് തൊഴുന്നത് അതിവിശേഷമായി കരുതപ്പെടുന്നു. ചോറ്റാനിക്കരയിലെ പ്രധാന ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലാണ്. 9 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഉത്സവത്തിലാണ് മകം തൊഴിലും തൊട്ടടുത്ത ദിവസത്തെ പൂരംകുളിയും നടക്കുന്നത്. ആനയെഴുന്നള്ളിപ്പും വിപുലമായ കലാപരിപാടികളും ഈ ദിവസത്തിൽ ഉണ്ടാകും. ചോറ്റാനിക്കരയിലെ പ്രതിഷ്ഠ ഒറ്റ ശിലയിലല്ല. ലക്ഷ്മി ദേവിയുടെ ശിലയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ വിഗ്രഹവുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അമ്മയെ നാരായണ, ദേവി നാരായണ എന്ന് വിളിക്കുന്നത്. ഒരേ പീഠത്തിൽ ലക്ഷ്മിയും നാരായണനും ഒരുമിച്ച് വിളങ്ങുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ചോറ്റാനിക്കര അമ്മയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ അവസാന ദിവസമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.